ഫ്ലവേഴ്സ്, ഏഷ്യനെറ്റ് അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. സ്റ്റേജ് പ്രോഗ്രാമും കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യും. നാട്ടില് ചാലിശ്ശേരിയാണ്, പാലക്കാട് ജില്ലയിലെ. പിന്നെ സൗദിയിൽ ഇവിടെ ബിസിനസ്സാണ്. എനിക്കൊരു ഹൗസ് ഹോൾഡ് ഷോപ്പ് അതേപോലെ വക്കാലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ചെറിയൊരു പെർഫോമൻസ് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്യാം. എനിക്ക് ചെറിയൊരു കോൾഡൊക്കെയാണ്. ഇവിടുത്തെ കാലാവസ്ഥ പ്രശ്നം കാരണം ശബ്ദമൊന്നും കറക്റ്റ് ആയിരിക്കില്ല, ക്ഷമിക്കണം. അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അപ്പോൾ പെർഫോമൻസിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. ഒന്ന് അഡ്മിൻ എന്തായാലും ഒന്ന് മൈക്ക് എടുത്തോളൂ, പറഞ്ഞോളൂ. നമുക്ക് പെർഫോമൻസ് ചെയ്യല്ലേ? തീർച്ചയായിട്ടും താങ്കൾക്ക് ഞാൻ മൈക്ക് കൈമാറി അതിനാണ്. കാരണം താങ്കളുടെ മനോഹരമായ പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് താഴത്തെ ഈ കണ്ട ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത്. താഴത്തേക്ക് നോക്കി കാണാമല്ലോ, എല്ലാവരും കണ്ടൂടെ? ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് താഴത്ത് വന്നിരിക്കുന്നവരൊക്കെ. സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കോമഡി ഉത്സവത്തിൽ നമ്മുടെ സെലിബ്രേഷൻ നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഞാൻ പറയാം. കോമഡി ഉത്സവത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഇന്ന് IMO ഗ്രൂപ്പിലെ ബൈ ഹാർട്ടിന്റെ 2K സെലിബ്രേഷൻ ആണ്. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ സനാബദറൊക്കെ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ നല്ലൊരു താരമാണ് സനാബദർ. ശരിക്കും നല്ല നല്ല പാട്ടുകൾ പാടി ശരിക്കും നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോ തിരിച്ചേട്ടാ, എന്താണ് സനാബദറിനെ കുറിച്ച് അതുപോലെ നമ്മുടെ ബൈ ഹാർട്ടിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ല, ശരിക്കും പറഞ്ഞാല് നമ്മളൊക്കെ ഞെട്ടിച്ചു കളയുന്ന ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. പലരും ചോദിക്കും, നിങ്ങൾ കോമഡി ഉത്സവത്തിൽ നിന്ന് ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളെ എങ്ങനെ കൊണ്ടുവരുന്നതെന്ന്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് പോലും അറിയില്ല. ഇവരിവിടെ വന്ന് ശരിക്കും പെർഫോം ചെയ്ത് നമ്മളെല്ലാം ഞെട്ടിച്ചു കളയുമ്പോഴാണ്. അല്ല, ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. സനാബദറൊക്കെ ശരിക്കും നല്ല പാട്ടുകാരിക്ക് അപ്പുറം നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു കലാകാരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് മാത്രമല്ല, ഇവിടെ വന്ന് മുത്തപ്പന്റെ പാട്ടൊക്കെ പാടി ശരിക്കും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു കേട്ടോ. അല്ല, ഒന്നും പറയാനില്ല. ഇത്രയും നല്ല വ്യൂവേഴ്സ്, അതുപോലെ തന്നെ IMO ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി 2K സെലിബ്രേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അമേസിങ്. ഒന്നും പറയില്ല, ശരിക്കും ഞെട്ടിച്ചോളാണ്. ഇത് ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. ബിജുകൂട്ട ചേട്ടാ, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയല്ല. ടിനി പറഞ്ഞ പോലെ അടിപൊളിയാണ്, കിടുക്കാച്ചാണ്, കിലുക്കടനാണ്, പൊളിയാണ്, ഒന്നും പറയല്ല. നമ്മള് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ 2K സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പിന്നെ മൈ ഹാർട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം 2K മെമ്പർമാരുമായിട്ട് സെലിബ്രേഷൻ നടത്തുന്ന ഈ അവസരത്തിൽ എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നോ 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 ഇല്ല. അല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ പ്രശ്നമൊന്നും ഇപ്പോ ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ ഒക്കെ വെറുതെ പറഞ്ഞല്ലേ. ഒരിക്കലും അല്ല. നോ 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 ഞങ്ങളങ്ങനെ ഓട് പൊളിച്ചു വന്ന പാർട്ടിയൊന്നല്ല. ഞങ്ങൾ ഈ ഇലക്ഷനിൽ മത്സരിച്ച്, അല്ല, ഞാൻ അതാണല്ലോ പറഞ്ഞു വന്നത്. അപ്പൊ ഇതുപോലുള്ള ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ കലാകാരന്മാര്, മിഥിലാജിനെ പോലുള്ളവരൊക്കെ ഇത് സംഘടിപ്പിച്ചിട്ട് വലിയ വിജയാക്കുക എന്ന് പറഞ്ഞാല് അല്ല, ഒരിക്കലും അല്ല. നോ 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 നോ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. വളരെയധികം സന്തോഷം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മോടൊപ്പം ചേരുന്നു. മുൻ പൂഞ്ഞാർ MLA, അതുപോലെ തന്നെ ചീഫ് വിപ്പൊക്കെയായിരുന്ന PC ജോർജ്. PC, താങ്കളൊരു മരഞ്ചാരി നടക്കുന്ന കുരങ്ങനാണെന്ന് പറയുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എങ്ങനെ നോക്കി കാണുന്നു PC ജോർജ്? എന്റെ പൊന്നു ദിയേഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഈ വൃത്തിയായിട്ടവരുണ്ടല്ലോ, അങ്ങനെ വേണം പറയാൻ. ഇവ പണ്ട് ഞാൻ പൂജാറയിൽ മത്സരിച്ചു കൊടുത്ത സമയത്ത് അവിടെ ഒരു വള്ളി നിക്കറിട്ട് ഒരു ഓല പിപി ഊതി അവിടെ കപ്പലടി കച്ചവടം നടത്തി വൃത്തിയായിട്ട ചെറ്റയെ. മരഞ്ചാടി നടക്കുന്ന കുരങ്ങനുണ്ടല്ലോ, അവന്റെ തന്തയല്ലേ, അവന്റെ തന്തയുടെ തന്തയെന്ന് പറയാം. ഒരുമാതിരി ചേറ്റവർത്താനം പറഞ്ഞേ ഉണ്ടല്ലോ. എന്റെ വായിലിക്കുന്ന മുട്ട തെറിയെ വിളിച്ചുള്ള കാര്യം പറയും. എന്നാ വൃത്തിയാടാ പറയുന്നേ? ഇല്ല, അറിയാതെ ചോദിക്കുക. അത് മാത്രമല്ല ചങ്ങാതി, ഞാൻ വേറൊരു കാര്യം പറയാം. ഈ 2K സെലിബ്രേഷൻ നടക്കുമ്പോൾ ഒരു പാട്ട് എഴുതി വന്ന് പാടിയിരിക്കുക. എന്നാ പാട്ട്? മൊഞ്ചുള്ള പെണ്ണെ ഉണ്ണിമായി തഞ്ചത്തിലൊപ്പന പാടി വായോ. മൊഞ്ചുള്ള പെണ്ണെ ഐഷാബീവി എന്നല്ല വിളിക്കട്ടെ. അല്ലാതെ എവിടെയും
ഈ ഉണ്ണിവായ വരത്തിൽ അവളെ തറവാട്ടി പറഞ്ഞ പെണ്ണ എനിക്കറിയാം അല്ലേ, അറിയാതെ ചോദിക്കുക. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറ, അദ്ദേഹം യൂട്യൂബറാണ്, അദ്ദേഹം ഭക്ഷണ പ്രിയനാണ്, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ഫിറോസ് ചുറ്റിപ്പാറ, ഈ 2K സെലിബ്രേഷനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? വാവ്, അടിപൊളിയാട്ടാ. അപ്പൊ നമ്മള് സാധാരണ ഉണ്ടാക്കാറ് ഈ കോഴി ചൂട്, അതുപോലെ തന്നെ നമ്മള് മട്ടൺ ഒന്നിച്ചിട്ടിട്ട് ചുട്ടിട്ട് അതിങ്ങനെ മസാലക്ക് തേച്ച് വെച്ചിങ്ങനെ ഭയങ്കര ഒന്നുണ്ടായി. അപ്പൊ ഈ 2K സെലിബ്രേഷന് എന്നെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് നല്ല പാട്ടുകാര്, സഹോദരൊക്കെ ഭയങ്കര പാട്ടുകാരാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, അടിപൊളിയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പൊ ഇവിടെ വന്നവർക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഫുള്ള് മട്ടന് ഒന്നിച്ച് ചുട്ടുകയാണ്. അപ്പൊ അതിലേക്ക് ഗരം മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീർ ചില്ലിട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ അതൊക്കെ ഇട്ട് മസാല തേച്ച് വെച്ചിരിക്കണ ഭയങ്കര തോന്നാണ്. രതീഷ, ലക്ഷ്മണ, നമ്മുടെ ഈ മൈ ഹാർട്ടിൽ വന്നവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കുക. വാവ്, അടിപൊളിയാട്ടാ, എന്ത് ടേസ്റ്റ് ആണിത്. അപ്പൊ എല്ലാവരും ഇത് വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. ഓ, ഒന്നും പറയാട്ടാ, അടിപൊളി. ഇനി വോയിസുകൾ വേണോ? ഞാൻ തൊണ്ട ഒരുപാട് ഡ്രൈ ആണ്. അപ്പൊ അതുകൊണ്ട് ഷാബ്രോ കൂടുതൽ സൂപ്പർ സൂപ്പർ അടിപൊളി. താങ്ക് യു. എന്താ വെച്ചാൽ വോയിസ് ചെയ്യാൻ ഒരുപാട് വോയിസുകളുണ്ട്, 10-40 വോയിസുകളുണ്ട്. അപ്പോൾ ചെയ്തു വരുമ്പോൾ എനിക്ക് ഭയങ്കര കോൾഡാ. ഇനി തൊണ്ടക്ക് ഇഷ്യൂ വരണ്ട വെച്ചിട്ടാ കൂടുതൽ ചെയ്യാത്തത്. ഓക്കെ, അഹമ്മദ് ഷാ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇതുവരെ ചെയ്ത പെർഫോമൻസ് ഒക്കെ മനോഹരമായ പെർഫോമൻസ് തന്നെയാണ്. കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല, കേൾക്കുന്നവർക്ക് തന്നെ അറിയാം അതിമനോഹരമായ പെർഫോമൻസ് കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. അത് റിസ്ക് എടുത്ത് സംസാരിക്കണം, കാരണം നമ്മുടെ കോൾട്ടൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. കാരണം എനിക്ക് നമ്മൾ ഓവർ നല്ല ട്രെയിൻ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ വോയിസ് പിന്നെ അത് ഇപ്പൊ വരുന്നത് ശരിക്കും എന്റെ വോയിസ് അല്ല, ശരിക്കും ഈ കോൾഡ് പിടിച്ചിട്ടുള്ള ഒരു വോയിസ് ഉണ്ടല്ലോ. അപ്പൊ സെനക്കൊക്കെ അറിയാം. ഞാന് ഇതല്ല, എനിക്ക് ഇത്ര ഇതിലും പെർഫെക്ഷൻ സെറ്റായിട്ട് ആൾ ഉണ്ടാവും. എടുക്കും. ആ, ഇതിലടിപൊളിയാ. ആണല്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഓ, എന്തായാലും സുഖമില്ലാതെ ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സുഖമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടായി മാറും. കാരണം നമ്മുടെ ഈ ചെറിയ സന്തോഷത്തിൽ വന്നിട്ട് പിന്നെ താങ്കൾക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറരുത് അത്. സെലിബ്രേഷൻ ക്ഷണിച്ചിട്ട് നമ്മളത് നിരസിക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പൊ എന്തായാലും ഒരു മമ്മൂക്കാടെ വോയിസും കൂടി ചെയ്തിട്ട് ഞാൻ തൽക്കാലം മമ്മൂക്കാടെയും അതുപോലെ സിദ്ദിഖാന്റെ വോയിസ് ഒന്ന് ചെയ്യാം. ഓക്കെ, നമ്മുടെ സിദ്ദീഖ് എന്ന നടന്റെ തീർച്ചയായിട്ടും ആനിമൽ ചെയ്യും. സിനിമയിലെ